ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ ഈയൊരു സത്സംഗത്തിലൊത്തിരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ ഭാരതത്തിൽ ഉടനീളം 83,000-ലധികം നടന്നു. എല്ലായിടത്തും വളരെ നല്ല ജനപങ്കാളിത്തമുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് എന്താണ് കാര്യപരിപാടി, അതിൻ്റെ ഒരു പിന്തുടർച്ച എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പല സ്ഥലത്തും അങ്ങനെ പ്രത്യേകിച്ചൊരു പിന്തുടർച്ച പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് അറിഞ്ഞത്. എന്നാൽ ഇവിടെ ഏകതാ സമ്മേളനത്തിൻ്റെ തുടർച്ചയായിട്ട് ഭഗവത്ഗീത സ്വാധ്യായം പ്രതിവാരം നിശ്ചയിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. ഒന്നേ പറയാനുള്ളൂ, മുടക്കാതെ കൊണ്ടുപോവുക. അതിന് തുടക്കത്തിലേ നമ്മൾ പ്രതിജ്ഞാബദ്ധമാവുക. വളരെ ശാന്തമായ സ്ഥലമുണ്ട്. നമ്മൾ എല്ലാ മാസവും എന്ന് പറഞ്ഞ പോലെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപം വരാറും സംബന്ധിക്കാറുമുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും പലപ്പോഴായി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പട്ടണത്തിൻ്റെ മധ്യത്തിൽ ഇത്രയും പ്രശാന്തമായൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് നേരിട്ട് വന്ന് കണ്ടനുഭവിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, എല്ലാ സജ്ജനങ്ങളും ഉറച്ചൊരു നിശ്ചയം എടുക്കുക, ഇത് മുടക്കില്ല. എങ്ങനെയൊക്കെയാണ് പാഠത്തിൻ്റെ സംവിധാനം എന്നൊന്നും അറിയില്ല, ആരാ ക്ലാസ് എടുക്കുക എന്നറിയില്ല, ആരൊക്കെയാണ് പഠിക്കാമെന്നറിയില്ല. കാരണം കൊച്ചു കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് വെച്ചാൽ മുതിർന്നവർക്ക് പറ്റില്ല, മുതിർന്നവരെ ഉദ്ദേശിച്ചിട്ടാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പറ്റില്ല, യുവജനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേക ഭാഷ വേണം. എന്നാൽ മാത്രമേ യുവജനങ്ങളെ ആകർഷിക്കാൻ പറ്റൂ. അപ്പോൾ ആരെ ഉദ്ദേശിച്ചിട്ടാണോ അതിനനുസരിച്ച് ക്ലാസ് എടുക്കാനുള്ള നൈപുണ്യം ഇവിടെ ആചാര്യനായിട്ട് വരുന്ന ആൾക്കുണ്ടാവണം. അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ശ്രദ്ധ ശ്രോതാക്കൾക്കും ഉണ്ടാവണം. ഇത് രണ്ടും ഒത്തുകഴിഞ്ഞാൽ ഗീതാ സ്വാധ്യായം നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്നതാണ്. സാമാജികമായി ഏകതയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. നിരവധിയായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന് സമചിത്തതയോടുകൂടി തൻ്റെ ജീവിതായോധനത്തെ നിർവഹിക്കുന്നതിന് മാർഗദർശകമാണ്. ഒന്ന് നോക്കൂ, ശ്രീകൃഷ്ണനും അർജുനനും അവിടെ ഗുരുവും ശിഷ്യനും, അല്ലെങ്കിൽ വക്താവും ശ്രോതാവും.
ഭഗവാൻ എന്നുള്ളതൊക്കെ മാറ്റി വയ്ക്കാം. ഭഗവാൻ എന്നുള്ളതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഉപദേശിക്കുന്ന വ്യക്തി, കേൾക്കുന്ന വ്യക്തി, ആ തലത്തിൽ നമ്മൾ എടുത്താൽ എത്രയോ സന്ദർഭങ്ങളിൽ അതിദീർഘങ്ങളായ സഞ്ചാരങ്ങളെ ഒന്നിച്ച് ചെയ്തവരാണ്. അതിദീർഘങ്ങളായ സഞ്ചാരങ്ങൾ, എത്രയോ ഏകാന്ത ദേശങ്ങളിൽ ഒന്നിച്ച് സഹവസിച്ചവരാണ്. അവർക്ക് ഒന്നിച്ചൊട്ടനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏകാന്ത സുന്ദരങ്ങളായ സന്ദർഭങ്ങൾ. എന്നാൽ ഭഗവത്ഗീത പ്രശ്നകലുഷിതമായൊരു സാഹചര്യത്തിലാണ് ഉപദേശിക്കപ്പെട്ടത്. മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും പ്രശ്നസങ്കീർണമായ സാഹചര്യം, അതാണ് ഒരു യുദ്ധഭൂമിക. യുദ്ധഭൂമികയെ സംബന്ധിച്ച് വിഷമേ സമുപസ്ഥിതം എന്നൊരൊറ്റ പദം കൊണ്ട് ഭഗവത് വാക്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്യന്തം വിഷമമായ, സുഷമമല്ല, ഒട്ടും സുഷമമല്ല, ഒട്ടും സമതയുള്ളതല്ല യുദ്ധരംഗം. അങ്ങേയറ്റം വിഷമമാണ്. വിഷമെന്ന് പറഞ്ഞാൽ സമമല്ലാത്തത്, വളരെ ശ്രദ്ധിച്ച് ഓരോ കാൽവെപ്പും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ന് മാത്രമല്ല, പ്രവൃത്തേ ശസ്ത്രസമ്പാതേ, ആയുധപ്രയോഗം പ്രവൃത്തമായ സമയത്ത്, ഇതങ്ങോട്ട് തുടങ്ങി എന്നുള്ള സമയത്ത്, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും കലുഷിതവും പ്രശ്നസങ്കീർണവുമായ ഒരു സാഹചര്യത്തിലാണ് ഗീത ഉപദേശിക്കപ്പെടുന്നത്. ഇത് ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഈ ജീവിത ആയോധനത്തിൽ കർത്തവ്യമെന്ത് അകർത്തവ്യമെന്തെന്നറിയാതെ ഉഴറുന്ന സമയത്ത് പലപ്പോഴും ആടി ഉലഞ്ഞു പോകും നമ്മുടെ ജീവിതം. ആ സന്ദർഭങ്ങളിൽ വ്യക്തമായ ദിശാബോധം നൽകുക മാത്രമല്ല, യുക്തിയുക്തം അതിനെ പ്രതിപാദിക്കുന്ന എന്ന് പറഞ്ഞാൽ പോരാ, അതിന് വേദസാരമായ ഉപദേശത്തെ സമാശ്രയിക്കുന്ന വേദസാരമാണ്. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. എന്താണ് ഈ ഗീതാശാസ്ത്രം? ഇത് സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതമാണ്. സമസ്ത വേദങ്ങളിലെന്ന് പറഞ്ഞാൽ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ വിഭാഗങ്ങളോട് കൂടിയ ഋഗ്യജു സാമ അഥർവ ഭേദങ്ങളിൽ നിലകൊള്ളുന്ന, അതുതന്നെ ശിക്ഷാദി അംഗങ്ങളോടുകൂടിയ, ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നീ അംഗങ്ങളോടുകൂടിയ ഉപവേദങ്ങളാൽ അനുബദ്ധമാവുക എന്ന് പറയുമ്പോൾ ആയുർവേദവും ധനുർവേദവും സ്ഥപത്യവേദവും ഗാന്ധർവവേദവും അർത്ഥവേദവും. ഇതിൽ അർത്ഥവേദം നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല, പകരം അർത്ഥശാസ്ത്രം കിട്ടിയിട്ടുണ്ട്. ഇവയാൽ അനുബദ്ധമായ സമ്പൂർണ്ണ വേദവും എന്തിനെയാണോ ഉപദേശിക്കുന്നത് ആ അർത്ഥത്തിൻ്റെ സാരം ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്താണോ അതാണ് ഭഗവത്ഗീതാശാസ്ത്രം. സാരം എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം, സംഗ്രഹം എന്ന് പറഞ്ഞാലും ധാരാളം. എന്നാൽ ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞത് സാരസംഗ്രഹം എന്നാണ്. സാരത്തെ വീണ്ടും സംഗ്രഹിച്ചാൽ എന്താണോ അതാണ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഗീതാശാസ്ത്രം ഒന്ന് മനനം ചെയ്താൽ വേദാർത്ഥം മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദം ധർമ്മമൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളതിന് മൂലമാണ് വേദം. വേദം അറിവ്.
അറിവിലധിഷ്ഠിതമാണ് ആചരണ പദ്ധതികളെല്ലാം. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഉപദേശത്തിൻ്റെ മഹിമ നമുക്ക് ബോധിക്കാനാവും. ഇനി പ്രായോഗിക തലത്തിൽ നോക്കിയാൽ നോക്കൂ, തൻ്റെ മുമ്പിൽ ഒന്നിലധികമായ സാധ്യതകൾ നിരന്തരം വന്നു ചേരും. മനുഷ്യൻ്റെ വിശേഷം അതാണ്, നിരന്തരം. ഈ ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഏതിനെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഇതാണ് മനുഷ്യ ജീവിതത്തെ ഒന്നുകിൽ വിജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പുകളാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പാണ്. എന്താണ് തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ അർത്ഥം? തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകൾ, ഇതിൽ നിന്ന് ഏത് ഞാൻ സ്വീകരിക്കണം, ഏത് തള്ളണം? ഇതോരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോ നിമിഷവും ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലായാലും, വെള്ളം കുടിക്കുന്ന വിഷയത്തിലായാലും, തൊഴിൽ ചെയ്യുന്ന വിഷയത്തിലായാലും, വ്യക്തിബന്ധങ്ങളിലായാലും, തൊഴിൽ മേഖലകളിലായാലും, പ്രതിദിനം ഉദയം മുതൽ അസ്തമയം വരെ, ജനനം മുതൽ മരണം വരെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണിത്, തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അല്ലാണ്ട് തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കുടുംബം വരുന്നതല്ല, അനുനിമിഷമുണ്ട്. ഇതിൽ നമ്മൾ എന്തിനെയാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. തിരഞ്ഞെടുപ്പ് പഴച്ചാൽ ജീവിതം തൊലഞ്ഞു. അല്ല, അത് പുറത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. 5 കൊല്ലം കൂടുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ അല്പം പഴച്ചാൽ നമ്മുടെ ജീവിതം തൊലഞ്ഞു. ചിന്തിക്കുക. അപ്പം അവിടെ എന്താണ് കർത്തവ്യമെന്നറിയാതെ ഉഴറിപ്പോകുന്ന സന്ദർഭങ്ങൾ നമുക്ക് വരും. ഏറ്റവും പ്രധാനം മുഖ്യധർമ്മവും ഗൗണധർമ്മവും വേർതിരിക്കാൻ കഴിയായികയാണ്. ഈ മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധമായി വന്നാൽ നമ്മൾ ഗൗണധർമ്മത്തെ ഉപേക്ഷിച്ച് മുഖ്യധർമ്മത്തെ സ്വീകരിക്കണം. ആ പ്രക്രിയയിൽ എന്ത് ദുഃഖം ഏറ്റെടുക്കേണ്ടി വന്നാലും ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക വളരെ മാതൃകയായി പഠിപ്പിക്കുന്ന ഒരു മാതൃക അധ്യാപികയാണ്. ഈ വർഷം അവരുടെ ക്ലാസ്സിൽ അവരുടെ കുഞ്ഞ് വന്നു ചേർന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ക്ലാസ്സിൽ എത്ര കുട്ടികളായിരുന്നു? 30 കുട്ടികളായിരുന്നു. 30 കുട്ടികളും വിചാരിക്കുക. ഇക്കൊല്ലം എത്ര കുട്ടിയാ? 1 + 29 = 30. കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു? 30 ആയിരുന്നു. ഇക്കൊല്ലോ 1 + 29 = 30. എണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ല. അറിയാതെ തൻ്റെ കുട്ടിയോടൊരു വിശേഷത, തൻ്റെ കുട്ടിയോടൊരു പരിഗണന. അവിടെ അധ്യാപകൻ എന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞു, നശിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. എന്നങ്ങനെയൊന്നുമില്ല. വളരെ മാതൃകയായിട്ട് 30 കുട്ടികളെ ഒരുപോലെ കണ്ട് മാതൃകയായിട്ട് ആ ടീച്ചർ പെരുമാറുന്നു. വീട്ടിൽ ചെന്നു, അമ്മേ അല്ലെങ്കിൽ അച്ഛാന്നും പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു അധ്യാപകനാണ് അധ്യാപികയാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. വീട്ടിൽ അമ്മയാണ് അഥവാ അച്ഛനാണ്. വിദ്യാലയത്തിൽ അമ്മയല്ല, അച്ഛനല്ല, അധ്യാപക ധർമ്മമാണ് അവിടെ മുഖ്യം. ഇത് രണ്ടും വേർതിരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അവിടെയാണ് മാനുഷിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ഇതാണ് അർജുനനും പറ്റിയത്. ചിന്തിക്കുക. ഇവിടെയാണ് ശാസ്ത്രത്തിനനുസരിച്ച്, യുക്തിക്കനുസരിച്ച് വ്യക്തമായ ഉപദേശം തന്ന് നമ്മുടെ ജീവിതത്തിൽ ധർമ്മമാർഗത്തെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം, അനിവാര്യത. ഇത് പ്രാഥമികം. അടുത്ത പടിയിൽ അങ്ങനെ തിരഞ്ഞെടുത്തതായ തൻ്റെ കർമ്മത്തെ എങ്ങനെ മനുഷ്യൻ്റെ പരമമായ നിശ്രേയസത്തിലേക്ക്, ദുഃഖനിവൃത്തിയിലേക്ക് ഉയരത്തക്ക രീതിയിൽ ക്രമീകരിക്കണം.
അവിടെയാണ് കർമ്മയോഗത്തിൻ്റെ ഭക്തിയുടെ എല്ലാ മാർഗങ്ങൾ വരുന്നത്. ആദ്യത്തേത് ധർമ്മശാസ്ത്രം എന്ന നിലയാണ്. അതിനുപരി എത്തുമ്പോൾ ധർമ്മശാസ്ത്രമല്ല, അതിനുപരി ഭക്തിശാസ്ത്രമെന്നോ യോഗശാസ്ത്രമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഗീതയെ. അതിലൂടെ പരമമായ നിശ്രേയസത്തിലേക്ക്, മുക്തിയിലേക്ക് ഉയർത്തുന്ന, അവിടെ എത്തുമ്പോൾ ഗീത മോക്ഷശാസ്ത്രമായി. ഇപ്പം പ്രാഥമിക തലത്തിൽ ധർമ്മശാസ്ത്രമാണ്, അതിനുപരി യോഗശാസ്ത്രമാണ്, സർവോപരി മോക്ഷശാസ്ത്രമാണ്. അങ്ങനെയുള്ളതായ ഗീത, ഭഗവത്ഗീത, വളരെ ചെറിയ വെറും 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എത്ര പഠിക്കുന്നുണ്ടോ അത്രയും 1000 പ്രാവശ്യം പഠിച്ചോളൂ. 1001ാമത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ പുതിയ ആഴങ്ങളും ആശയങ്ങളും നമുക്ക് മുമ്പിൽ പ്രകാശിക്കും. 1002ാമത് പഠിച്ചോളൂ, ഇതുവരെ തോന്നാത്തത് അപ്പോൾ തോന്നും. അത്ഭുതമാണ്, മഹാത്ഭുതം. അപ്പോൾ ആ ഒരു ഗീതാശാസ്ത്രം വ്യക്തമായി വൈദിക ധർമ്മത്തെ നമുക്ക് ബോധിപ്പിക്കുന്ന, ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന, പരമമായ ശ്രേയസ്സിലേക്ക് വ്യക്തിയെ ഉയർത്തുന്ന, സമാജത്തിൽ ശാന്തിയും സമാധാനവും പ്രകാശവും പരത്തുന്ന ഈ ഒരു ശാസ്ത്രം നമുക്ക് പ്രാപ്തമായിട്ടും വേണ്ടതുപോലെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ഒരു കഷ്ടമാണ്. ഏതായാലും സന്തോഷം, ഇവിടെ അത് പഠിക്കാനുള്ളൊരവസരം കൈവന്നിരിക്കുകയാണ്. എല്ലാവരും വിനിയോഗിക്കുക, അത്രയേ ഉള്ളൂ. അയ്യോ അന്ന് ചെയ്യേണ്ടത് ചെയ്തില്ലല്ലോ എന്ന് ഇന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കിമഹം സാധുനാ കരവം കിമഹം പാപമകരവം. എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല, എന്തുകൊണ്ട് ഞാൻ പാപം ചെയ്തു പോയി എന്ന് പിന്നെ കിടന്നിട്ട് എപ്പോഴാണ് മനസ്സിലായല്ലോ, എപ്പോഴായി ചിന്ത വരണമെന്ന് മനസ്സിലായോ? എപ്പോഴാ? ഒടുക്കം എണീറ്റ് നടക്കാനും വയ്യ, ഒരു പൂജ ചെയ്യാനും വയ്യ, നാമം ജപിക്കാനും വയ്യ, കർമ്മം ചെയ്യാനും വയ്യ, ഒന്നിനും വയ്യാത്ത സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ വരുന്ന ചിന്തയത് കിമഹം സാധുനാകരവം. എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല? കിമഹം പാപമകരവം. എന്തുകൊണ്ട് ഞാൻ പാപം ചെയ്തു? അത് ഒരു പ്രയോജനമില്ലാത്തതാ. അപ്പോൾ എന്ത് വേണം? ഇപ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. നമുക്ക് ലഭിച്ചിട്ടുള്ള നിധിയെ നമ്മൾ അറിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് കൈമാറണം. അറിവിലൂടെ നമുക്ക് കൃതാർത്ഥത, കൈമാറുന്നതിലൂടെ സമാജത്തിൻ്റെ സുസ്ഥിരത. ഇത് ഓർമ്മിക്കുക. ഏതായാലും അതിനുള്ള വലിയൊരവസരം ഇവിടെ വന്നു ചേർന്നു. അത് വേണ്ടതുപോലെ വിനിയോഗിക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞ് ദീർഘമായി ഭാഷണത്തിന് ഒന്നും മുതിരുന്നില്ല. എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിച്ചുകൊണ്ട്, ഇത് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണോ ആണെങ്കിൽ ആ നിലയ്ക്കായിരിക്കണം പഠിപ്പിക്കൽ. കഴിയുന്നതും ഗീതാർത്ഥം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്, എൻ്റെ അഭിപ്രായമാണ്. ശ്ലോകം ചൊല്ലാൻ പഠിപ്പിക്കുക, നല്ലപോലെ ശ്ലോകം ചൊല്ലാൻ പഠിപ്പിക്കുക, കാണാതെ പഠിപ്പിക്കുക, ഒക്കെ നല്ലതാണ്. ഗീതാർത്ഥം കുട്ടികൾക്ക് വേണ്ടെന്നാണ് നമ്മളൊരഭിപ്രായം. കുട്ടികൾക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഭക്തിശാസ്ത്രങ്ങൾ, സന്മാർഗ കഥകൾ നമുക്ക് ലക്ഷക്കണക്കിനുണ്ട്, ലക്ഷക്കണക്കിന്. അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഗീതാ ശ്ലോകം കാണാതെ പഠിപ്പിക്കുക. യുവജനങ്ങളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ യുക്തിയുക്തം ഇന്നത്തെ വർത്തമാനകാലീനമായ സാമാജിക സ്ഥിതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗീത എങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിന് വഴിയൊരുക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. കച്ചവടത്തിൽ, കൃഷിയിൽ, ജോലിയിൽ, ജീവിത സംഘർഷങ്ങളുടെ മധ്യത്തിലെന്ന് വേണ്ട എല്ലാം എങ്ങനെയാണ് ഗീത വഴി കാട്ടുന്നതെന്ന് യുക്തിയുക്തമായ ഭാഷയിൽ. ഇവിടെ ഭക്തിയൊക്കെ രണ്ടാമത് മതി. ഇനിയല്ല, മുതിർന്നവർക്കാണ്, പ്രൗഢന്മാർക്കാണെങ്കിൽ അതൊരു ഭക്തിശാസ്ത്രമായിട്ടും ജ്ഞാനശാസ്ത്രമായിട്ടും ഒക്കെ ബോധിപ്പിക്കുക. അങ്ങനെ അധികാരി ഭേദമനുസരിച്ച് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ ഇത് വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണം. ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒരു 2 പ്രാവശ്യമെങ്കിലും പങ്കെടുക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം നമുക്ക് മനസ്സിലാവും. പ്രയോജനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രചാരകരാവേണ്ടത് പങ്കെടുക്കുന്നവരുടെ കർത്തവ്യമാണ്. അങ്ങനെ ഓരോരുത്തരും ഇതിൻ്റെ ആശയം പ്രചരിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ഇത് വിജയിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. വളരെ വളരെ
വളരെ സന്തോഷം. ഏതായാലും ഇത് ശ്രീമദ് ഭഗവത്ഗീതയാണ്, ഭഗവാനാൽ പാടപ്പെട്ടതാണ്. ഈ പാടപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നതാണല്ലോ, ഇല്ലേ? ഈ കൂട്ടത്തിൽ പാട്ട് പാടാത്ത ആരെങ്കിലും ഉണ്ടോ? പാട്ട് പാടാത്ത ഉണ്ടെങ്കിൽ പറയൂ. കുളിമുറിയുടെ വാതിലടച്ചാലെങ്കിലും ആരും കേൾക്കണില്ല എന്ന് ഉറപ്പിച്ചാലെങ്കിലും പാട്ട് പാടില്ലേ? ഇല്ല, ഉണ്ടോ? അതെ, അത് ഉള്ളുന്ന് വരുന്നതാ. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രുത. അത് ഭഗവാന്റെ ഉള്ളിൽ വന്നു വെച്ചാൽ ആലോചിച്ചുണ്ടാക്കിയ ഉപദേശമൊന്നും അല്ലതേ. ആലോചിച്ചുണ്ടാക്കി ഉപദേശിക്കുക വെച്ചാൽ മസ്തിഷ്കത്തിൽ നിന്ന് വരുന്നതാ. അത് മസ്തിഷ്കത്തിലേക്കേ കയറൂ, അത് ഹൃദയത്തിൽ കയറില്ല, ഉറപ്പാണ്. അതുകൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാർ ചെയ്യുന്ന പല പ്രസംഗങ്ങളും വിദ്വതുചിതമൊക്കെ ആയിരിക്കും, പക്ഷേ ശ്രോതാവിൻ്റെ ഹൃദയത്തിൽ കയറില്ല. കാരണം അത് മസ്തിഷ്കത്തിൽ നിന്ന് വരുന്നതാണ്. ഹൃദയത്തിൽ നിന്ന് എന്താണോ വരുന്നത് അത് ഹൃദയത്തിൽ കയറും, അത് ഹൃദയത്തെ സ്പർശിക്കും. അതാ ഗീത. അതിൻ്റെ ഓരോ വാക്കും നമ്മളെ ഹൃദയത്തെ സ്പർശിക്കും, ഓരോ പദപ്രയോഗവും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. ഒരു സംശയവുമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പഠിക്കുക, പരിചയപ്പെടുക. അയാൾ നല്ല ആളാട്ടുമോ? എങ്ങനെ മനസ്സിലാക്കും? പരിചയപ്പെട്ടാലേ മനസ്സിലാവുള്ളൂ. അയാൾ മോശം ആളാട്ടുമോ? എങ്ങനെ മനസ്സിലാക്കും? പരിചയപ്പെട്ടാലേ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് മനസ്സിലാവില്ല. അതെ, അതാണ് മനസ്സിലാവില്ല. അപ്പം നാൾ എനിക്ക് വലിയ ഇഷ്ടമായ ഒരാളെ കണ്ടപ്പോൾ, ഉപസംഹരിക്കുകയാണ്, വലിയ ഇഷ്ടമായ ഒരാളെ സംസാരിച്ചപ്പോൾ എന്തൊരു പ്രേമായി എന്നറിയാം അയാളോട്. അപ്പോൾ എന്താ കാരണം വെച്ചാൽ അയാൾ എന്നോട് നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, സ്വാമിനെ പറ്റി വളരെ മോശം അഭിപ്രായം എനിക്കുള്ളതെന്ന് പറഞ്ഞു. സന്തോഷം. അതെന്താ കാരണം? ഇപ്പോൾ സ്വാമിയുടെ ഈ യൂട്യൂബിൽ വീഡിയോയിലൊക്കെ അടിയിലുള്ള കമൻസ് വായിച്ച് നോക്കുമ്പോൾ അധികവും സ്വാമിക്ക് എതിരാണ്. അതുകൊണ്ടാണ്. നമ്മൾ സന്തോഷം, നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷം. നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യനെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം അവിടെ ബഹുജനാഭിപ്രായത്തിലൂടെയാണ് സ്വാഭിപ്രായം ഉണ്ടാക്കാൻ നോക്കുന്നത്, അത് പരാജയമാവും. ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ബഹുജനാഭിപ്രായത്തിലൂടെ അല്ല, പിന്നെ സ്വാഭിപ്രായത്തിലൂടെയാണ്. മനസ്സിലായില്ലോ? ആ സ്വാഭിപ്രായം വേണമെങ്കിൽ അയാളെ പരിചയപ്പെടണം. ഭഗവത്ഗീതയെ നല്ലപോലെ പരിചയപ്പെടുക. അപ്പം മനസ്സിലാവും ഗീത എങ്ങനെ നമുക്ക് അമ്മയാണെന്ന്. യാതൊരു സംശയവുമില്ല, ഗീത നമ്മുടെ അമ്മയാണ്. അമ്പത്വാം അനുസന്ധധാമി എന്ന് വെറുതെ പറയണതല്ല എന്ന് മനസ്സിലാവും, ഒരു സംശയവുമില്ല. തൽക്കാലം ഉപസംഹരിക്കുകയാണ്, സമയം വൈകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിക്കുന്നു. ഇത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോട്ടെ, അതിനെല്ലാവരും ഒരുമിക്കുക എന്ന് മാത്രം പറഞ്ഞ് സന്തോഷപൂർവ്വം ഉപസംഹരിക്കുകയാണ്. ഓം ഓം.